ലോക എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണരുത്. കാര്യം ലോക എന്ന സിനിമയിലെ കുറച്ച് സ്പോയിലർ എലമെൻറ്റുകൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ട്. സോ ലോക എന്ന സിനിമ കണ്ടിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണരുത്. ഒരിക്കൽ കൂടി പറയാണ്, ലോക എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണരുത്. സോ വീഡിയോയിലേക്ക്. അപ്പോൾ അക്ഷയ്ജി, ഇതാണ് നമ്മുടെ സ്ക്രിപ്റ്റ്. പേര് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇതോ? അതെ, കേരളത്തിലുള്ളവർക്ക് ഇതിലുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കണക്ട് ആവും. കാരണം ഇതൊരു നൊസ്റ്റാൾജി കൂടിയാണ്. അതൊക്കെ പോട്ടെ, ഇതിലൊരു പെണ്ണല്ലേ മെയിൻ? അതെ സാർ, പക്ഷേ ആരാണ് ആ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് ഫിക്സ് ആക്കിയിട്ടില്ല. പക്ഷെ സാർ ഇതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാമിയോ ചെയ്യുന്നുണ്ട്. ഏത് പടത്തിൽ എല്ലാവരുടെയും പേര് എഴുതി കഴിഞ്ഞ് നാട്ടുകാരിൽ എണീറ്റ് പോകാൻ നേരത്ത് വാളും പരിചയം നക്ഷത്രമായിട്ട് വരുന്ന ഓ ആത്മീയോ? അതെ സാർ, ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. അതുകൊണ്ട് ഒരുപാട് പാർട്ടുകൾ ഉണ്ടാവും. അതിലൊരെണ്ണത്തിൽ സാർ ലീഡിലും വരും. എന്നാ പിന്നെ ഓ ടൈമേ എന്നെ ദേക്കാൻ വന്നാ പോലായിരുന്നോ? ഇപ്പൊ കിസ്കേലിയ വന്നു. അല്ല സാർ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു യൂണിവേഴ്സിറ്റി ആണെന്നല്ലേ? സാമജ്യമേ ആകെയാ. യൂണിവേഴ്സിറ്റി അല്ല സാർ, യൂണിവേഴ്സ്. പത്താ ഹേ യാർ, ഇതിനിടയ്ക്ക് ഏക ആത്മി 10-15 ആത്മീയായിട്ട് മാജിക്കും കാണിച്ചു വരുന്നുണ്ടല്ലോ. ഓ കോൻ ഹേ സാർ, ആ ഒരു ക്യാരക്ടർ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ അടുത്ത പാർട്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ മെയിൻ ലീഡായിട്ടാണ്. എൻ്റെ മനസ്സിൽ അത് SRK ചെയ്യണമെന്നാണ്. സാറ് പറ്റുവാണെങ്കിൽ SRKയോട് ഒന്ന് ചോദിക്കണം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന്. SRK ആണെങ്കിൽ തിയേറ്റർ കത്തും. അത് നമുക്ക് കത്തിക്കാം. പിന്നെ ഇതില് മെയിൻ ആ പെണ്ണിന്റെ പേരെന്താ? കള്ളോ? അല്ല സാർ, കള്ളിയങ്കാട്ട് നീലി. പക്ഷേ സിനിമയിൽ നമ്മൾ ഇന്റർവെല്ലിൽ മാത്രമേ ആ ഒരു പേര് റിവീൽ ചെയ്തുള്ളൂ. അത് ഇയാൾ എപ്പോ വേണമെങ്കിലും റിവീൽ ചെയ്യും. ഞാൻ പറയാൻ വന്ന കാര്യം വേറൊരു കാര്യമാ. എന്താ സാർ? ഓ ലഡ്കി ഒരു ഭൂതല്ലേ? ഭൂത് അല്ല സാർ, യക്ഷി. ആരേലും എന്തേലും ആവട്ടെ, നാട്ടുകാരെ പേടിപ്പിക്കാൻ പറ്റുമല്ലോ. പറ്റും സാർ, പക്ഷെ നമ്മൾ ഇതൊരു ഹൊററായിട്ടല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു സൂപ്പർ ഹീറോ മൂവി ആയിട്ടാണ്. ഇതാണ് ഈ മലയാളികളുടെ പ്രോബ്ലം. ഒരു ചാൻസ് കിട്ടിയാൽ ഉപയോഗിക്കാൻ അറിയില്ല. നിങ്ങൾ ആ മണിച്ചിത്രത്താഴ് ഉണ്ടാക്കി, എന്നിട്ട് അത് ഹൊററാക്കിയത് ഞങ്ങളല്ലേ? ഇപ്പൊ അതിന് ഫ്രാഞ്ചൈസ് വരെയുണ്ട്. അല്ല സാർ, ഇത് നമുക്ക് യൂട്യൂബ് കരോ, ഞാൻ പറയുന്നത് കേക്ക്. എന്താ സാർ? ഇതില് ഓ ലഡ്കി ക്യാരക്ടറില്ലേ, അത് ഞാൻ ചെയ്യാം. സാറോ? പെണ്ണായിട്ടോ? ഇതൊന്നും എനിക്ക് പുതുമ നഹി ഹേ. കാഞ്ചന എന്ന തമിഴ് ഫിലിം ഞാനല്ലേ റീമേക്ക് ചെയ്തത്. അതുപോലെ ഇതിലും ഞാൻ പെൺവേഷം കെട്ടി അഭിനയിക്കും. അല്ല സാർ, അതുപോലെ അല്ലല്ലോ ഇത്. അതൊന്നും സാരമില്ല. പിന്നെ താൻ പറഞ്ഞില്ലേ SRK വന്ന് തിയേറ്റർ കത്തിക്കുന്ന്, ആ റോളും ഞാൻ തന്നെ ചെയ്യാം. എനിക്ക് ആ ക്യാരക്ടറിൽ കുറച്ച് മാസ്റ്റർ പീസ് ഐറ്റംസ് കാണിക്കാനുണ്ട്. പിന്നെ ലാസ്റ്റ് ആ വാളും പിടിച്ചു വരുന്നവൻ, ആ കുടിയൻ. കൊടിയൻ അല്ല സാർ, ഒടിയൻ. ആ ക്യാരക്ടർ നമുക്ക് ലാൽ സാറിനെ വെച്ച് ചെയ്യിപ്പിക്കാം. സാറിനാവുമ്പോ ആ ക്യാരക്ടർ ചെയ്ത് നല്ല ശീലമുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊന്ന് നേരെ ആവുന്നേ ഉള്ളൂ. ആ റോൾ സാറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് വേണം എനിക്ക് തുടരും റീമേക്ക് ചെയ്ത് ബെൻസ് ഖാ കില്ലാടി ആവാൻ. ബെസ്റ്റ്. പിന്നെ ഇടയ്ക്ക് വടിയും പിടിച്ചേ കാത്മി ബൈഠാത്ത. എന്റെ പൊന്നു സാർ, അതുകൂടെ സാർ ചെയ്താ? അത് ഞാൻ തന്നെ ചെയ്യും. ഈ സിനിമയിലെ എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും ഞാൻ തന്നെ. എന്നാ പിന്നെ ആ നീലിയെ തിളക്കാൻ വരുന്ന കത്തനാറിന്റെ റോളൂടെ സാറങ്ങ് ചെയ്യും. അങ്ങനെ ഒരു റോൾ ഉണ്ടായിരുന്നു എങ്കിൽ അതും ഞാൻ തന്നെ ചെയ്യാം. പണ്ട് തമിഴിൽ കമൽ സാർ ദശാവതാരം ചെയ്തപ്പോ അത് റീമേക്ക് ചെയ്യാൻ ഞാൻ एक बार ട്രൈ ചെയ്യാ, പക്ഷെ നടന്നില്ല. ഇതിലെനിക്ക് അതിന്റെ ക്ഷീണം തീർക്കണം. അപ്പൊ ദിസ് പ്രൊജക്ട് ഈസ് ഓൺ. മൂവി കാ നാം ലോക ചാപ്റ്റർ 1 കില്ലാടി.